ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. നാൾതോറും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിക്കുകയും തിരുവചനം നമുക്ക് നൽകിത്തന്ന് ദൈവത്തിൻ്റെ വൻ കൃപകൾ നമുക്ക് പകർന്നു തന്ന് സ്നേഹത്തിലും കൃപയിലും കരുണയിലും നമ്മെ താങ്ങി ഇത്രത്തോളം നടത്തിയ ദൈവത്തെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട് ഒത്തിരി സ്തോത്രം ചെയ്തുകൊണ്ട് വചന കേൾവിക്ക് തൽപരരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വചനധ്യാനത്തിലേക്ക് കടക്കാം. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. 3 കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ ചെയ്തത് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. 1, ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ ശീലോവിൽ ഒന്നിച്ചുകൂടി. 2, അവിടെ സമാഗമന കൂടാരം നിർത്തി. ഈ 2 കാര്യങ്ങളാണ് ദൈവജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. ആത്മീകതയ്ക്കെല്ലാം ഒരു പ്രായോഗിക വശമുണ്ട്. ആ പ്രായോഗിക വശം നിർവഹിക്കപ്പെടുമ്പോഴാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ നോട്ടം അവരുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ സഹായം അവർക്കുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദം അവരുടെ മേലുണ്ട്. അവർ ജയിക്കാനായി ദൈവം വിളിച്ചവരാണ്. അവരെ ദൈവം സംരക്ഷണ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. വാഗ്ദത്തങ്ങൾ അവർക്കുണ്ട്. ദേശം അവർക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്. ശത്രു തൊടാൻ അനുവദിക്കില്ല. കൺമണി പോലെ കാത്ത് ദൈവം സൂക്ഷിക്കുന്നുണ്ട്. അവർക്ക് അവകാശമായി കൊടുത്തതാണ് കനാൻ. ഇതെല്ലാം ശരിയാണെന്ന്. ഇതെല്ലാം ശരിയാണ്. പക്ഷെ ഇതൊക്കെ ശരിയായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ നടന്നോളും എന്നുള്ള വിചാരത്തിനകത്ത് ദൈവം എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം സമയത്ത് നടക്കുമല്ലോ. ദൈവമല്ലേ പറഞ്ഞത്. ദൈവം പറഞ്ഞതൊക്കെ നടക്കും, നടക്കാതിരിക്കില്ല എന്ന ഒരാശയത്തിൽ അങ്ങ് ജീവിച്ചാൽ സമയത്ത് നേരത്തൊന്നും കാര്യം നടക്കുകയില്ല. അതിന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവർ ചെയ്തു പോരുന്ന അവരുടെ ഒരുപാട് പിഴവുകളും പോരായ്മകളും തോൽവികളും പരാജയങ്ങളൊക്കെ സമ്മതിക്കാം. പക്ഷെ അവർ ചെയ്തു വന്ന അല്ലെങ്കിൽ പലപ്പോഴും അവർ ചെയ്ത പല പല കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ നടുവിലാണ് പല ദൈവപ്രവൃത്തിയും നടക്കുന്നത്. ഉദാഹരണത്തിന് യഹോശാഫാത്തിൻ്റെ ജീവിതത്തിനകത്ത് ഇസ്രായേൽ രാജാവായിരുന്നു അദ്ദേഹം. പൊടുന്നനവേ ശത്രുക്കൾ വന്ന് ഇസ്രായേലിനും തനിക്കും വിരോധമായി യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ അദ്ദേഹം ദൈവം ഉണ്ടല്ലോ, ദൈവം മറക്കത്തില്ല, ദൈവം നമ്മളെ കൈവിടത്തില്ല, ഇതൊക്കെ വന്ന വഴിക്ക് പൊക്കോളും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ വേദപുസ്തകത്തിൽ കണ്ടതുപോലൊന്നും കാര്യം നടക്കില്ലായിരുന്നു. എന്നാൽ യഹോശാഫാത്ത് ഈ സമയത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി. സഭയെ മുഴുവൻ ഒന്നിച്ച് വിളിച്ചുകൂട്ടി. ഇസ്രായേൽ മുഴുവനും കൂടി ഒരുമിച്ച് കൂടി. അങ്ങനെ ഒരുമിച്ച് കൂടി എന്ന് പറയുന്നത് വെറുതെ ആൾക്കൂട്ടം ഉണ്ടായി എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ആത്മീകരാണിവർ. അപ്പം നിശ്ചയമായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ പള്ളിയിലോ ചർച്ചിലോ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ വെറുതെ വന്നു കണ്ടു കേട്ട് നാട്ടുവിശേഷം പറഞ്ഞിട്ട് പോകത്തില്ല. അവിടെ ആരാണെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിച്ച്, ചിലപ്പോൾ ഒരു പാട്ട് പാടി, ഒരാൾ എഴുന്നേറ്റിരുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ ചില കാര്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിച്ചു, കൈയടിച്ച് സ്തോത്രം ചെയ്തു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കൂടി വന്നു എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ യഹോശാഫാത്തിൻ്റെ കാലത്തും ജനമെല്ലാം കൂടി ഒരുമിച്ച് കൂടി എന്ന് പറയുമ്പോൾ ചുമ്മാ വന്ന് കൂടി എന്തോ ചെയ്യുന്ന ഓർത്ത് ഓരോരുത്തർ താടിക്ക് കൈയും കൊടുത്ത് മരണ വീട്ടിലിരുന്ന പോലെ ഇരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു വന്നവർ ദൈവത്തെ പുകഴ്ത്താൻ തുടങ്ങി. ചിലർ കരയാൻ തുടങ്ങി. ചിലർ മുട്ടുകുത്താൻ തുടങ്ങി. അറിഞ്ഞവർ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. ചിലർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒരുവൻ്റെ മേൽ ദൈവാത്മാവ് വരുന്നു. അവൻ പ്രവചിക്കുന്നു. ദൈവം വാക്ക് കൊടുക്കുന്നു. മനസ്സിലായോ? ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് അശൂർ രാജാവ് യുദ്ധത്തിന് വന്നപ്പോൾ ഇത് തന്നെ
എല്ലാവരും കൂടി ഒന്നിച്ചു കൂടിയില്ല. അദ്ദേഹം ആ കത്തുമായിട്ട് ദൈവാലയത്തിൽ ചെന്നു, യെശയ്യാ പ്രവാചകനെ അറിയിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. പെട്ടെന്ന് ദൈവം ദൂതറിയിച്ചു, പൊക്കോ, കാര്യങ്ങൾ ഞാൻ നടത്തിക്കോളാം. അപ്പോൾ വരുന്നോടത്ത് വെച്ച് കാണാം, നോർമലി അങ്ങ് നടക്കട്ടെ, തന്നെ ഇതൊക്കെ മാറിപ്പൊക്കോളും എന്നോർത്തിരുന്നാൽ ഈ പറയുന്ന പോലെ ഒന്നും നടക്കുകയില്ല. ഇവിടെ ഇതാ ഇസ്രായേൽ മക്കൾ കനാനിൽ വന്നു. ഈ 18-ാം അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് യോശുവ എല്ലാവർക്കും സ്ഥലവും ഒക്കെ വീതിച്ചു കൊടുത്തു. എല്ലാ ഗോത്രങ്ങൾക്കും അവകാശങ്ങൾ കിട്ടി. ഇനിയൊരു കൂന്താലിയൊക്കെ മേടിച്ച് നട്ടും പറച്ചും കാച്ചിലും ചേനയൊക്കെ നട്ടങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരവരെ അങ്ങ് ഫ്രീ ആയിട്ട് വിടാമായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞു, എല്ലാവർക്കും വസ്തുവും വീതമൊക്കെ ദൈവം തന്നല്ലോ, ഇനി എല്ലാവരും ഒരുമിച്ച് കൂടുക. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ സമാഗമന കൂടാരം, മരുഭൂമിയിലൂടെ ഒരു 40 ആണ്ടുകൾ ചുമന്നുകൊണ്ട് വന്ന ആ ദൈവത്തിൻ്റെ കൂടാരം അത് കൊണ്ടുവന്നങ്ങ് നിവർത്തി. എല്ലാവരും കൂടി ഒരുമിച്ച് ശീലോവിൽ കൂടിയിട്ട് ശീലോവിൽ സമാഗമന കൂടാരം അങ്ങ് ഉയർത്തി. ഈ സമാഗമന കൂടാരം ഉയർത്തിയതോടുകൂടെ ദേശം അവർക്ക് കീഴടങ്ങിയെന്ന് പറഞ്ഞാൽ, കൂടാരം ഉയർത്തപ്പെട്ടതോടുകൂടെ ദേശത്തെ ബാക്കി ശക്തികളെല്ലാം ഒതുങ്ങിപ്പോയി. ഞാൻ ഇന്നിത് വായിച്ച് കുറച്ചു നേരം ചിന്തിച്ചു. എന്നിട്ടിത് ദൈവമക്കളുമായി പങ്കുവെക്കാൻ തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില വിഷയങ്ങൾ ഒതുങ്ങണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നും അങ്ങ് പ്രതിസന്ധിയും പ്രശ്നവും പ്രഷറും ഒക്കെയാണ്. അത് ജോലി സ്ഥലത്താണോ വീട്ടിലാണോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്ന് ഒതുങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? കുറേ പേരോട് പറഞ്ഞതുകൊണ്ടായില്ല, അതിന് ചില കാര്യങ്ങൾ നിശ്ചയിച്ച് ഒരു കൂട്ടായ്മയൊക്കെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി. കൂടാരം എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഇപ്പം അങ്ങനത്തെ കൂടാരമൊന്നുമില്ലല്ലോ. പക്ഷെ എല്ലാവരും കൂടി ആത്മീകത, കൂടാരത്തിൻ്റെ അന്തസ്സത ആത്മീകതയാണ്. ആത്മീകത്തെ മാക്സിമം അങ്ങ് ഉയർത്തിക്കഴിയുമ്പോൾ ബാക്കി പ്രാദേശിക കെടുതികളെല്ലാം ഒതുങ്ങാൻ തുടങ്ങും. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഉറപ്പ് തരിക, ചില കാര്യങ്ങൾ ഒതുങ്ങും. ആണ്ടുകൾ കഴിയുന്നതിനേക്കാൾ മുമ്പ് ചില വിഷയങ്ങൾ, ചില പ്രശ്നങ്ങൾ, ആർക്കും ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ, വഴങ്ങാത്ത വിഷയങ്ങൾ ഒതുങ്ങും. നിങ്ങൾ ആത്മീകം ഉയർത്ത്. ഞാൻ കൂടാരം ഉയർത്തുന്നു എന്നൊരു വാക്കിനി പറയില്ല, കാരണം പുതിയ നിയമത്തിലല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം ഉയർത്താവുന്നതിൻ്റെ പരമാവധി ഉയർത്ത്. അങ്ങനെയൊന്നും ഞാനിതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അടച്ചിട്ട് മുറിക്കൊക്കെ തിരുന്ന് 2 കൈ ഉയർത്തി അപ്പാന്ന് വിളിച്ച്, നിങ്ങളങ്ങ് വേറെ ആരും നിങ്ങളെ ശല്യം ചെയ്യില്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തി ദൈവത്തെ വിളിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, നിവരെ നിൽക്കേണ്ടത് ആത്മീകമാണ്. നിവർത്തി എന്ന വാക്ക് അല്ലെങ്കിൽ നിർത്തി എന്ന വാക്ക് ചുരുട്ടിക്കൂട്ടി ഒരു മൂലയിൽ ഒതുക്കി വച്ചിരിക്കുന്ന ആത്മീകം അറിയാം, പാടാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തെ അറിയാം. പക്ഷേ ചിലപ്പോൾ തിരക്കുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്കിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എല്ലാം നന്നായി പോകുമെന്ന് വിചാരിച്ച വേളയിലല്ലേ അപ്രതീക്ഷിതമായിട്ട് തലപൊക്കി ചില കാര്യങ്ങൾ വീട്ടിൽ വന്നത്. സ്വസ്ഥത കെട്ടത്, ഉറക്കം കെട്ടത്. ആ ഉറക്കം കെടുത്തിയ വിഷയം കീഴ്പ്പെടണമെങ്കിൽ ഇനി ആത്മീകം നിവരണം, നിവർത്തണം, ഉയർത്തണം. ഇപ്പോൾ പൊങ്ങി വന്ന പല വിഷയങ്ങളും, വ്യാപരിച്ച് നിൽക്കുന്ന പല കാര്യങ്ങളും ഒതുങ്ങുന്ന. ആത്മീകം ഉയർന്നാൽ പ്രശ്നങ്ങൾ ഒതുങ്ങും. ഇവിടെ കൂടാരം നിർത്തിയപ്പോൾ ദേശം കീഴടങ്ങിയതുപോലെ ജീവിതത്തിലും ഹൃദയത്തിലും വീട്ടിലുമെല്ലാം ദൈവനാമം ഉയരട്ടെ, ആത്മീകം ഉയരട്ടെ, കർത്താവിൻ്റെ പദ്ധതികൾ ഉയരട്ടെ, ആത്മാർത്ഥത, ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിലുള്ള ആത്മാർത്ഥത അങ്ങ് നിവരട്ടെ എന്ന്. അതിങ്ങനെ കുട ചുരുട്ടി വെച്ചിരിക്കുന്നവരെ ചുരുട്ടി വയ്ക്കാതെ നിൻ്റെ വിശ്വാസം അങ്ങ് നിവർത്ത്, നിൻ്റെ പ്രാർത്ഥന അങ്ങ് നിവർത്ത്, നിൻ്റെ ആരാധനയും ആത്മീയവും അങ്ങ് നിവർത്ത്, നിവരട്ടെ. അത് നിവർന്നാൽ ചില വിഷയം ഒതുങ്ങും. ഇനി നിങ്ങൾ ഈ വാക്യം ഹൃദയത്തിലിട്ട് പ്രാർത്ഥിക്കുക. ഒതുങ്ങും എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ നിവർത്ത്, നേരെ നിൽക്ക്,
കൃപയിൽ നിൽക്ക്, ആത്മീയത്തിൽ നിൽക്ക്, ആ തണലിൽ നിൽക്ക്, സാക്ഷിയായി നിൽക്ക്. നിങ്ങളെ തന്നെ, നിങ്ങളുടെ അകത്തെ ആത്മീകത്തെ നിങ്ങളങ്ങ് നിവർത്തി നിർത്ത്. ബാക്കി ദൈവം ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസവും ഞങ്ങൾക്ക് തന്ന സന്ദേശത്തിന് നന്ദി. ഞങ്ങൾക്ക് ചെയ്യാൻ ഒത്തിരി ഉണ്ട് ഈ ആത്മീകത്തിൽ. പറയാനും പതുങ്ങിയിരിക്കാനുമല്ല, വെളിച്ചത്ത് വന്ന് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. വീട്ടിലൊരു കൂട്ടായ്മ വയ്ക്കാൻ, ഒന്നിച്ചൊരു പ്രാർത്ഥന നടത്തുക, ഇതൊക്കെ പറ്റും. എന്തെങ്കിലും ആത്മീകത്തിൽ ഞങ്ങൾ നിവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് ചില ആത്മീക രഹസ്യങ്ങൾ നിറവേറും. ഒതുങ്ങേണ്ട വിഷയങ്ങൾ ഒതുങ്ങും, വിടുതലുകൾ സംഭവിക്കും. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ, സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ, ആമേൻ, ആമേൻ.